ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വിഭവമാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ നാടൻ കോഴിയുടെ പെരട്ടാണ്. ആണ്ടോ, നമ്മളെ വിറകടുപ്പിലാണ് ഇതൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ നാടൻ കോഴിയും പിന്നെ അതിൽ നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിയും വെള്ളമൊക്കെ ഒഴിച്ച് നമ്മളതിനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നേരം ഇറച്ചി വേകാനാണ് ഇതുപോലെ ആദ്യം ചെയ്യുന്നത്. അത് കുറച്ച് നേരം, ഇത് നാടൻ കോഴിയായത് കാരണം ഇത് നന്നായിട്ട് വേകാനുണ്ട് കേട്ടോ. നമ്മളെ ആട് വേഗം പോലെ വേകണം, നന്നായിട്ട് വേകണം. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. കുറച്ച് നേരം നല്ല തീ ഇതിന് വെച്ച് കൊടുക്കണം. ഉണ്ടോ, ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാനുണ്ട് കേട്ടോ. നന്നായിട്ട് ഇതിന് നന്നായിട്ട് വേകാനുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമ്മൾ കുറച്ച് നേരം എടുക്കും. നന്നായിട്ട് വെന്താലേ ഇതിന് ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. എന്നാലേ കഴിക്കാനൊക്കെ നന്നായിരിക്കും. അപ്പോൾ ഇത് നമ്മളെ വീട്ടിലുള്ള കോഴിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള നാടൻ കോഴിയാണ്. അത് കട്ട് ചെയ്താണ് നമ്മൾ ഈ പരുവത്തിലേക്ക് നമ്മളാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അടുത്ത 2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ ഗരം മസാല, മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ, ചിക്കൻ മസാല 2 ടീസ്പൂൺ. അപ്പോൾ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ എണ്ണയിൽ ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന്, ഇത് ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും കൂടെ നന്നായിട്ടൊന്ന് സെറ്റാകാനുണ്ട്. ഉണ്ടോ, നല്ല അടിപൊളി തീയാണ്. പെട്ടെന്ന് തന്നെ സെറ്റാകും. ആണ് ഇതിൽ എല്ലാ ഐറ്റംസും നമ്മളിതിൽ വെച്ച് കഴിഞ്ഞു കേട്ടോ. പെരിഞ്ചീരകപ്പൊടി, എല്ലാ ഐറ്റംസും നമ്മളിതിൽ, അതേപോലെ കുരുമുളക് 2 ടീസ്പൂൺ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇഞ്ചി പേസ്റ്റും എണ്ണയും വെളുത്തുള്ളിയും കൂടെ ഇതൊക്കെ നന്നായിട്ടൊന്ന് സെറ്റാകാനുണ്ട് കേട്ടോ. അതേപോലെ ചെറുതായി കീന്തി അരിഞ്ഞ നമ്മുടെ തക്കാളി, 4 തക്കാളി വേണം കേട്ടോ. അതേപോലെ നന്നായിട്ട് അരിഞ്ഞെടുക്കണം 4 തക്കാളി. ആണ് ഇതുപോലെ നല്ല സ്പീഡായിട്ട് തന്നെ അരിഞ്ഞ് നമുക്ക് ഈ മസാലയുടെ കൂടെ തന്നെ നമ്മൾ വീണ്ടും ഒരല്പം മുളക് പൊടി അല്പം കുറഞ്ഞു പോയി. അപ്പോൾ വീണ്ടും ഇട്ടിരിക്കുകയാണ്, കളറ് കുറവായത് കാരണം കേട്ടോ. അപ്പോൾ ഇതിലല്പം നമ്മൾ പാകത്തിന് ഉപ്പ് ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് മല്ലിയില, 2 പിടി മല്ലിയില. അപ്പോൾ ഇത് നന്നായിട്ട് കട്ട് ചെയ്ത് നമ്മൾ എടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മസാല സെറ്റായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി
നമ്മളിതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളം കേട്ടോ, നന്നായിട്ട് ചൂടായ വെള്ളമാണ് ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നത്. കണ്ടോ, പൂച്ച കാത്തിരിക്കുകയാണ് കേട്ടോ ചിക്കൻ കറിക്ക്. അങ്ങനെ പൂച്ചയുടെ കളിയും കൂടെ നടക്കുക. നമ്മൾ മല്ലിയില ഫസ്റ്റ് ഇടുന്ന മല്ലിയില അങ്ങ് ഇടുകയാണ്. അതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഒക്കെ നമ്മളിട്ട് ഒന്ന് നന്നായിട്ട് വശക്കിയെടുക്കണം. ഹലോ പൂച്ചേ, ഓടാണ് കേട്ടോ പൂച്ച. ചിക്കൻ കറിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നല്ല ചന്തമുണ്ടല്ലേ, നല്ല അനുസരണമുള്ള പൂച്ചയാണ്. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഒന്ന് സെറ്റായി വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച നമ്മുടെ ചിക്കൻ കംപ്ലീറ്റ് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എല്ലാം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നല്ല തീ വെച്ച് കൊടുക്കണം കേട്ടോ, നന്നായിട്ട് തീ വെച്ച് കൊടുക്കുക. നമ്മുടെ സന്ധ്യ ആയി കഴിഞ്ഞ് കേട്ടോ, അല്ല വെട്ടം മങ്ങി തുടങ്ങി. അപ്പം അങ്ങനെ ഏകദേശമൊക്കെ നല്ല കറിയൊക്കെ നന്നായിട്ട് അങ്ങ് ടേസ്റ്റായിട്ട് അങ്ങ് തിളച്ച് വരെയാണ് കേട്ടോ. ഇപ്പോഴേ ഒന്ന് എടുത്ത് വെച്ച് കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അത്രയ്ക്ക് നല്ല ഒരു ടേസ്റ്റിയായി കഴിഞ്ഞു, നല്ല മണമാണ്. ഇപ്പോൾ നന്നായിട്ട് വേകാനുണ്ട് കേട്ടോ, കുറച്ച് സമയം എടുക്കും. ഇത് നന്നായിട്ട് വേവിച്ച് വേണം നമ്മളിത് കഴിക്കാൻ വേണ്ടി കേട്ടോ. നന്നായിട്ട് വേകാനുണ്ട്. ആണ്ടോ, നമ്മളിപ്പോൾ ഒരു പീസ് എടുത്ത് കറിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. പക്ഷെ കറിയൊക്കെ കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇറച്ചി ഇനിയും വേകാനുണ്ട് കേട്ടോ. എന്നാ അടിപൊളിയായിട്ടിരിക്കുക. ഇനിയുണ്ട്, കുറച്ച് ജോലിയോടെ ഉണ്ട് കേട്ടോ. എന്നാലും നമുക്ക് ഇവനെ കഴിക്കാൻ പറ്റും നന്നായിട്ട്. കുറച്ച് ജോലിയോടെ ബാക്കിയുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇത് ചെയ്ത നമ്മുടെ ചിക്കൻ മാറ്റിക്കഴിഞ്ഞു കേട്ടോ. നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി എണ്ണ ഒഴിച്ച്, നമ്മളിപ്പോൾ ചെറിയ ഉള്ളിയാണ്, ഒരു 300 ഗ്രാം ചെറിയ ഉള്ളി നന്നായിട്ട് കട്ട് ചെയ്താണ് നമ്മൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇത് നന്നായിട്ട് വശക്കി എടുക്കുക ആദ്യം. അതേപോലെ ഒരു 1.5 കിലോ വലിയ ഉള്ളി കട്ട് ചെയ്ത് 1.5 കിലോ ആണ് കേട്ടോ നമ്മളിതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നല്ലൊരു ചെവല കളറിൽ വരണം, നന്നായിട്ട് സ്ലൈസി ആവണം, എന്നാലേ നമ്മളെ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇളക്കി അത് നല്ല പേസ്റ്റ് പരുവത്തിൽ വന്നെത്തണം. ഇപ്പോൾ നമുക്ക് ഈ പേസ്റ്റ് പരുവത്തിലായിക്കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു കപ്പ് നല്ല ചൂട് വെള്ളമാണ്
ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കണ്ടോ, നല്ല ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയൊക്കെ സെറ്റായി കഴിഞ്ഞു, നന്നായിട്ട് സെറ്റായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ വീണ്ടും നമ്മൾ ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യണം കേട്ടോ. ഇപ്പോഴാണ് നമ്മൾക്ക് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള സെറ്റിങ്സ് ആകുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഈ മസാല നമ്മുടെ ചിക്കനിലേക്ക് പിടിക്കുന്ന തരത്തിൽ നമ്മൾ നന്നായിട്ട് വേവിക്കുകയും ചെയ്യണം, അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും ചെയ്യണം കേട്ടോ. ഇത് മിക്സ് ആവണം, നന്നായിട്ട് മിക്സ് ആവണം. ഇപ്പോഴേ നല്ലൊരു മണം വന്നു കഴിഞ്ഞു കേട്ടോ, നല്ല സൂപ്പർ മണമാണ്. ഉണ്ടോ, ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഏകദേശമൊക്കെ ആയി കഴിഞ്ഞു, നന്നായിട്ട് സെറ്റായി കഴിഞ്ഞു കേട്ടോ. പിന്നെ നമുക്കിതിനെ മാറ്റിയെടുക്കാം. ഏകദേശമൊക്കെ ആയി, വെന്ത് കഴിഞ്ഞു. ആണ് നമ്മളിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ്. കറിയൊക്കെ നല്ല ടേസ്റ്റുണ്ട്, പക്ഷേ ചിക്കൻ നല്ല ചൂടായതുകൊണ്ടേ നമുക്ക് പിന്നീട് കഴിക്കാം. അപ്പോൾ വെന്ത് കഴിഞ്ഞ് കറി. അപ്പോൾ നമ്മൾ ഇതിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ പെരട്ട് റെഡിയായി കഴിഞ്ഞു. അടുത്ത് വാർപ്പെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പരിപാടി? എന്താ, നമ്മൾ നെയ്യാണ് ഒഴിക്കുന്നത് കേട്ടോ. ഒരു 100 ഗ്രാം RKG നെയ്യാണ് ഒഴിക്കുന്നത്. എന്ത് മണമെന്നറിയാവും. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇല, നമ്മളെ മസാലയ്ക്ക് ഉപയോഗിക്കുന്ന നമ്മുടെ ഇലയാണ് നമ്മൾ ഇതിലേക്ക് ആദ്യം ഇടുന്നത്. പിന്നെ കറുവപ്പട്ട, അതേപോലെ ഗ്രാമ്പ്, പിന്നെ കുരുമുളക്, നമ്മളിതൊക്കെയാണ് നമ്മളിതിലേക്ക് ഇടുന്നത്. എന്നിട്ട് നമ്മൾ ഈ പാത്രത്തിൽ 2 പാത്രം വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ 3 കിലോ സ്പെഷ്യൽ റൈസാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കൈമ അരിയാണ് നമ്മളിതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് വെട്ടിത്തിളയ്ക്കണം, നന്നായിട്ട് വെട്ടിത്തിളച്ച് നല്ല സെറ്റാവാനുണ്ട്. എന്നതിന് ശേഷം നമ്മൾ ഈ കഴുകിയെടുത്ത കൈമ റൈസ് നമ്മളിതിലേക്ക് തട്ടി കൊടുക്കുന്നു കേട്ടോ. നല്ല രീതിയിൽ നമ്മൾ തട്ടി കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് 3 കിലോ റൈസാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, നല്ല രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. വെള്ളം നല്ല സെറ്റായി കഴിഞ്ഞു, അതുകൊണ്ടാണ്. ഇനി നമുക്കൊരു പാത്രം എടുത്ത് അടപ്പെടുത്ത് മൂടിയിടുക. എന്നിട്ട് നന്നായിട്ടൊരു തീ വെച്ച് കൊടുക്കുക, നല്ലൊരു പവറിൽ തീ വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് സെറ്റായെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്, ഒന്ന് സെറ്റായെന്ന് തോന്നുന്നു. ഏകദേശമൊക്കെ ഒന്ന് പരുവമായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അടുത്ത് നമുക്ക് ഇനി ഒരല്പം നേരം കൂടെ നമുക്ക് മൂടിയിടാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നെയ്യും അതുപോലെ നാരങ്ങ, ഒരു 1/2 പീസ് നാരങ്ങ, അതേപോലെ മല്ലിയില, ഇതൊക്കെയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് അടുത്ത അടുപ്പിലേക്ക് മാറ്റുകയാണ്. ഇത് ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇനി ഇതിന് ചൂടധികം വേണ്ട, അല്പം വിറക് അല്പം കുറച്ചാൽ മതി, തീ കുറച്ച് മതി. അപ്പോൾ എല്ലാം സെറ്റായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറ് റെഡിയായി കഴിഞ്ഞു കണ്ടോ. ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക്
ആ ഉരുളിയോടെ ചോറ് കൊണ്ടുവച്ചിരിക്കുകയാണ്. അപ്പോൾ ഉരുളിയിൽ വേവിച്ചത് കൊണ്ട് അതിന് ഭയങ്കര ടേസ്റ്റും കൂടെയാണ് കേട്ടോ. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഉരുളിയിലൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ നന്നായിരിക്കും അത്. അതേപോലെ നമ്മളെ മട്ടൻ പെരട്ടും, മട്ടനല്ലല്ലോ ചിക്കൻ പെരട്ടും ഒക്കെ അങ്ങ് റെഡിയായി കഴിഞ്ഞു. ഇതാണ്ടോ, ഒരു പ്ലേറ്റിൽ നമ്മൾ ചോറെടുക്കുന്നു, 2 പീസ് എടുത്ത് അതിലേക്ക് വെക്കുന്നു, അങ്ങ് റെഡിയായി കഴിഞ്ഞു കേട്ടോ. മട്ടനാണ്, ചിക്കനല്ല. സെറ്റായി കഴിഞ്ഞു കണ്ടോ. അപ്പോൾ എല്ലാവരും വന്ന് ഒന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ അല്ലേ? അടിപൊളിയാണ്. ആണോ, ഒരു പപ്പടം കൂടെ നമ്മളതിൽ വെച്ചിരിക്കുകയാണ്. അടിപൊളിയാണ്. എടാ മക്കളെ, അപ്പം നമുക്ക് ചിക്കനും ചോറും കൂടെയൊക്കെ നമുക്കിന്ന് കഴിക്കണ്ടേ? എങ്ങനെയുണ്ട് മെഹനു? എങ്ങനെയുണ്ട്? സൂപ്പറാണോ?